നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. യാതൊരു സംശയവുമില്ലാതെ നമ്മൾ ഏവരും ഉത്തരം പറയും. നീലത്തിമിംഗലങ്ങൾക്ക് 35 മീറ്റർ നീളവും 181 മെട്രിക് ടണ്ണിലധികം ഭാരവും ഉണ്ടാകാം. നീണ്ട ശരീരപ്രകൃതിയുള്ള നീലത്തിമിംഗലങ്ങളുടെ ശരീരം നീല കലർന്ന ചാരനിറത്തോടെയാണ് ഉണ്ടാകുക. ശരീരത്തിന് അടിഭാഗത്തേക്ക് നിറം കുറവായിരിക്കും. തിമിംഗലവേട്ട ആരംഭിക്കുന്നതിന് മുൻപ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഏതാണ്ട് എല്ലാ മഹാസമുദ്രങ്ങളിലും നീലത്തിമിംഗലങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. അന്റാർട്ടിക് പ്രദേശത്തായിരുന്നു ഇവയെ ഏറ്റവും കൂടിയ എണ്ണത്തിൽ കണ്ടുവന്നിരുന്നത്. ഏകദേശം 2,39,000 തിമിംഗലങ്ങൾ വരെ അന്റാർട്ടിക് പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ 40 കൊല്ലങ്ങളിൽ തിമിംഗല വേട്ടക്കാർ ഇവയെ വൻതോതിൽ വേട്ടയാടുകയും വംശനാശത്തിൻ്റെ വക്കിൽ എത്തിക്കുകയും ചെയ്തു. 1966 അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ രംഗത്ത് വരികയും നീലത്തിമിംഗലങ്ങളെ വേട്ടയാടുന്നത് നിരോധിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണ്. എന്നാൽ ഏറ്റവും വലിയ ജീവജാലമോ? അത് നീലത്തിമിംഗലമല്ല, മറിച്ച് അതൊരു കൂണാണ്. ഹ്യൂമങ്കസ് ഫംഗസ് എന്നറിയപ്പെടുന്ന ഈ കൂൺ അമേരിക്കയിലെ ഒറിഗണിലുള്ള മല്യൂർ നാഷണൽ ഫോറസ്റ്റിലാണുള്ളത്. അർമിലേറിയ ഒസ്റ്റോയെ എന്നറിയപ്പെടുന്ന ഈ കൂണിന് വലിപ്പം ഏറെയാണ്. 9 ചതുരശ്ര കിലോമീറ്ററിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള കൂണായതിനാൽ പെട്ടെന്ന് കണ്ടെത്താമെന്ന് കരുതണ്ട. ഈ കൂൺ മിക്കപ്പോഴും ഭൂമിക്കടിയിലാണ്. കൂണിൻ്റെ കുമിളകൾ പ്രജനന കാലത്താണ് മണ്ണിന് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഭൂമിക്കടിയിൽ ഈ കൂണിൻ്റെ വലിയ ഫൈബർ ശൃംഖലയായ മൈസീലിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. മണ്ണിൽ നിന്നുള്ള ലവണങ്ങളും പോഷണങ്ങളുമൊക്കെ മൈസീലിയമാണ് വലിച്ചെടുക്കുന്നത്. എന്നാൽ ഭൂമിക്കടിയിൽ പതുങ്ങിക്കിടക്കുന്ന ഒരു അന്തകൻ കൂടിയാണ് ഈ കൂൺ. മരങ്ങളുടെ വേരുകൾ ഇവ അകത്താക്കും. ഇത്തരത്തിൽ പല മരങ്ങളെയും ഈ കൂൺ നശിപ്പിച്ചിട്ടുണ്ട്. ഫംഗസ് കുടുംബത്തിൽപ്പെട്ടതാണ് കൂണുകൾ. ഭക്ഷ്യയോഗ്യമായ കൂണുകൾ പണ്ട് മുതൽ തന്നെ ചൈന, കൊറിയൻ, യൂറോപ്യൻ, ജാപ്പനീസ് പാചകകലകളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ചെറിയൊരു വിഭാഗം കൂണുകൾക്ക് വിഷാംശവുമുണ്ട്. ചില നാടോടി ചികിത്സാ രീതികളും കൂണുകൾ ഉപയോഗിക്കാറുണ്ട്. കൂണുകൾ പ്രകൃതിയിലെ അത്ഭുത പ്രതിഭാസങ്ങളാണ്. കൂണുകൾ ആശയവിനിമയം നടത്താറുണ്ടെന്നാണ് 2022 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത്. ബ്രിസ്റ്റളിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഇംഗ്ലണ്ട് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറായ ആൻഡ്രൂ അഡമാറ്റാസി എന്ന ഗവേഷകൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ പഠനം. ഇനോക്കി, സ്പ്ലിറ്റ് ഗിൽ, ഗോസ്റ്റ്, കാറ്റർപില്ലർ എന്നീ ഫംഗസുകളുടെ ഇലക്ട്രിക്കൽ തരംഗങ്ങൾ പരിശോധിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. മനുഷ്യരിൽ നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ പോലെ കൂണുകളിൽ ഹൈഫേ എന്നൊരു ഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഭാഷ പോലെ സങ്കീർണമാണ് കൂണുകളുടെ ഈ ഭാഷ. സ്വന്തമായുള്ള ഈ ഭാഷയിലെ 50 വാക്കുകൾ ഈ കൂണുകൾക്ക് ഓർത്തുവയ്ക്കാൻ സാധിക്കുമെന്നും ആൻഡ്രൂ അഡമാറ്റാസി പറഞ്ഞിരുന്നു. മരങ്ങളുമായി ബന്ധം വരുമ്പോഴാണ് കൂണുകളിലെ ഹൈഫേയിൽ നിന്ന് കൂടുതൽ സിഗ്നലുകൾ പോകുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഭക്ഷണത്തെപ്പറ്റിയും അനുകൂല കാലാവസ്ഥയെപ്പറ്റിയും മറ്റുള്ളവർക്ക് വിവരം നൽകുന്നതാകാം ഇതെന്നാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ശരാശരി 6 അക്ഷരങ്ങൾ വരെ നീളമുള്ളതാണ് ഓരോ കൂൺ വാക്കുകളും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.